ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മലബാർ സ്പെഷ്യൽ അലീസയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, 250 ഗ്രാം. ഇനി ഒരു ബൗളിലേക്ക് കഴുകി വെച്ച ഗോതമ്പ് വെള്ളമൊഴിച്ച് ഒരു 4 മണിക്കൂർ കുതിർത്തി വെക്കാം. നമ്മളിങ്ങനെ കുതിർത്തി വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗോതമ്പ് വെന്ത് കിട്ടും. ഇപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞു, ഗോതമ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റി വെക്കാം. 12 കഷ്ണം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുതിർത്തി വെച്ച ഗോതമ്പ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിൽ വേണം ക്രഷ് ചെയ്തെടുക്കാൻ, ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത്. കുക്കറിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ഗോതമ്പ് ചേർക്കാം. അതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. 4 വെളുത്തുള്ളി, 1/4 കഷ്ണം സവാള, 3 ഏലക്കായ, 2 കറുവപ്പട്ട, 3 കറിയാമ്പൂ, ആവശ്യത്തിന് ഉപ്പ്, 4 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ ഗോതമ്പ് അളന്ന അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്താം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിലും കൂടെ വരുത്താം. ഒരു തേങ്ങയിൽ നിന്നെടുത്ത 2 കപ്പ് തേങ്ങയുടെ 1/4 പാൽ. ഇപ്പോൾ 6 വിസിൽ വന്നു. ഇപ്പോൾ നമ്മളുടെ ഗോതമ്പും ചിക്കനും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ മിക്സിയിൽ അടിച്ചിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു റെസിപ്പി നമുക്കിതിൽ പഞ്ചസാര ചേർത്തും കഴിക്കാവുന്നതാണ്. ഇനി നമുക്കതിൽ നിന്ന് കറുവാപ്പട്ടയും ഗ്രാമ്പും എല്ലാം എടുത്തു മാറ്റാം. ഇപ്പം നമ്മളെ ഗോതമ്പിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലുള്ള ചിക്കൻ പീസുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കനിൽ നിന്ന് എല്ലൊക്കെ മാറ്റിയെടുക്കണം. ഇത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 1/4 പാൽ ചേർക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. അതിലേക്ക് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർക്കാം. അതിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ സവാളയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 6-8 കാഷ്യൂ നട്ട്സ് ചേർക്കാം. 10-12 കിസ്മിസും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം അതിന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മലബാർ സ്പെഷ്യൽ അലീസ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത സവാളയും കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് അലങ്കരിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മുടെ ഗോതമ്പും ചിക്കനും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. കല്യാണ വീടുകളിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.